നമ്മുടെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും ഒരു നവകേരള സദസ്സ് നടത്തുണ്ടായി. അപ്പോൾ വില കൂടിയൊരു ബസ്സിലാണ് ഇവരെല്ലാവരും കൂടി യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ആ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും LP UP വിദ്യാർത്ഥികളെ വെച്ചിട്ട് വഴിയരികിൽ ഇങ്ങനെ വരിയായി നിർത്തിയിട്ട് ഈ വാഹനം കടന്നു പോകുമ്പോൾ ടാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടാണ് അവർ കുട്ടികളെ തന്നെ പഠന സമയത്ത് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിരുന്നത്. അങ്ങനെ ആ നിൽക്കുന്നതിനിടയിൽ ഒരു കുട്ടിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായി. അതായത് വെയിലധികം കൊണ്ടിട്ടാവാം. അങ്ങനെ അതൊരു വിഷയമായിട്ട് നമ്മുടെ ഹൈക്കോടതിയിലൊരു പൊതു താല്പര്യ ഹർജി ഒരു വ്യക്തി കൊടുക്കുകയുണ്ടായി. അപ്പം അന്ന് നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ ദേവൻ രാമചന്ദ്രൻ സാറ് ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. കുട്ടികൾ ഇങ്ങനെ ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കേണ്ട ആളുകളല്ല, ആരുടെ മുന്നിലും അടിയറവ് പറയേണ്ട ആളുകളല്ല. കുട്ടികൾ VIP-കളാണ്. അതുകൊണ്ട് കുട്ടികളോട് ഇത്തരുണത്തിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. ആരേനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കുട്ടികളെ തന്നെ വഴിയരികിൽ നിർത്തിയെന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞത് എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഓർഡർ വന്ന കാരണമാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അവസാനം പറഞ്ഞത് എന്താ, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, അതിനോടൊരനുബന്ധം പറഞ്ഞത് എന്താ, ഒരു അപ്പൂപ്പൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൊച്ചുമക്കൾ ടാറ്റ കൊടുക്കുക, അത്രേ ഇതിന് കണക്കാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു വ്യത്യാസം, ഈ പറഞ്ഞത് സത്യം തന്നെയാണ്. ഒരു അപ്പൂപ്പൻ യാത്ര ചെയ്യുമ്പോൾ കൊച്ചുമക്കൾ ടാറ്റ കൊടുക്കുന്നതാണ്. പക്ഷേ അപ്പൂപ്പൻ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സാണ്, സുഖശീതളിമയിലാണ് അപ്പൂപ്പൻ യാത്ര ചെയ്യുന്നത്. കുട്ടികൾ ടാറ്റ കൊടുക്കാൻ വേണ്ടി പൊരിവെയിലും. അപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ സാറിൻ്റെ ഒരു വിധി കേരളത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഈ കുട്ടികളോട്, അതായത് സ്കോളർഷിപ്പ് കിട്ടേണ്ട കുട്ടികളോട് മന്ത്രിമാരുടെ അദാലത്തിൽ ചെന്നിട്ട് പരാതി രൂപത്തിൽ കൊടുത്തിട്ട് അപേക്ഷയോ അല്ലെങ്കിൽ പരാതി രൂപത്തിലോ കൊടുത്തിട്ട് അതിന് തീർപ്പ് കൽപ്പിച്ചിട്ട് സ്കോളർഷിപ്പ് തുക കൈപ്പറ്റുക. ഇത് വല്ലാത്തൊരു വിരോധാഭാസമല്ലേ? അപ്പോൾ അതും കൂടി ഞാൻ സൗഹൃദ മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. നമസ്കാരം.